ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വേട്ടയാടിയ അതേ കൈകൾ കൊണ്ട് ഇപ്പോൾ അയ്യപ്പനെ തൊഴാൻ നിൽക്കുന്ന CPM-ന്റെയും LDF സർക്കാരിന്റെയും കാപട്യം കേരളം തിരിച്ചറിയുന്നുണ്ട്. ഒരു വശത്ത് നവോത്ഥാനം എന്ന പേരിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുകയും മറുവശത്ത് ക്ഷേത്ര വരുമാനത്തിലും തിരുവാഭരണങ്ങളിലും കണ്ണുവെക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യുവതീ പ്രവേശന കാലത്ത് ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടിയവരാണ് തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ അയ്യപ്പ സംഗമം നടത്തി നാണം കെട്ടത്. ഗണപതി മിത്താണെന്ന് അവർ പ്രഖ്യാപിച്ചു. അതിനുശേഷം വിശ്വാസികളുടെ സംരക്ഷകനാണെന്ന് വരുത്തി തീർത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നു. CPM നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ നടത്തുന്ന അയ്യപ്പ ഭക്തി പ്രകടനങ്ങൾ ശുദ്ധ തട്ടിപ്പാണ്. ശബരിമലയിലെ സ്വർണശേഖരവുമായി ബന്ധപ്പെട്ടുയരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ CPM-ന്റെ മുഖം നഷ്ടപ്പെട്ടു. CPM നോമിനികളായി ദേവസ്വം ബോർഡിൽ കയറിപ്പറ്റിയ 3 നേതാക്കൾ ഇന്ന് ജയിലിലാണ്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോലും ആ പാർട്ടി തയ്യാറായിട്ടില്ല. കട്ടിളയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളികൾ കടത്തിയത് പാർട്ടി നേതാക്കൾ ഒരുമിച്ചു. CPM നേതാക്കൾ നടത്തിയ കൊള്ള വിശ്വാസഭേദമന്യേ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന സ്വർണത്തിന് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് അയ്യപ്പന്റെ മണ്ണിൽ മാപ്പില്ല. വിശ്വാസികളെയും ദൈവത്തെയും ഒരുപോലെ വഞ്ചിക്കുന്ന CPM-നെ തട്ടിപ്പ് ഭക്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം വിചാരണ ചെയ്യുക തന്നെ ചെയ്യും.